ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളി ക്രീമി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, തക്കാളി ഇത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുക്കായി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഇതിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് കോട്ട് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി വേറെ പാൻ വെച്ചിട്ട് നല്ല പച്ചമല്ലി, വറ്റൽമുളക്, പെരിഞ്ചീരകം ഇത് വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ തേങ്ങയും കൂടെ വറുത്ത് മാറ്റി വെച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് വെച്ചതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് നമ്മുടെ ചിക്കൻ കറി വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇനി കറി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വറവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ നല്ലൊരു ക്രീമി ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ബൈ ബൈ.